അതുകൊണ്ടാണ് നന്ദിയുള്ള അടിമയാവുക എന്നുള്ളതിന് ഇസ്ലാമിൽ വളരെ പ്രാധാന്യം ഉണ്ടായത്. ഒരാൾ നന്ദിയുള്ള അടിമയാവണമെങ്കിൽ റബ്ബിന് നന്ദി ചെയ്യണമെന്ന് തോന്നണം. റബ്ബിന് നന്ദി ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ റബ്ബിൻ്റെ അനുഗ്രഹത്തെ തിരിച്ചറിയണം. ഈ തിരിച്ചറിവിലാണ് നമ്മൾ പലരും പരാജയപ്പെട്ടു പോകുന്നത്. നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ സ്വർഗം വാങ്ങാനാണ് ഉപയോഗിക്കേണ്ടത്. അനുഗ്രഹങ്ങൾ പലതും ഉണ്ടാവും. സമ്പത്ത്, സമയം, ആരോഗ്യം, മക്കൾ, അങ്ങനെ എല്ലാം ഉണ്ടാവും. വബ്തഗി ഫീമ ആതാക അല്ലാഹു ദാറൽ ആഖിറ. ഈ അനുഗ്രഹങ്ങളൊക്കെ ക്യാപിറ്റലാണ്, മൂലധനമാണ്. ഈ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം വാങ്ങാനും കഴിയും, നരകം വാങ്ങാനും കഴിയും. ഉദാഹരണത്തിന് ആരോഗ്യം കൊണ്ട് നരകം വാങ്ങാൻ ശ്രമിച്ച ആളാണ് അതത് കാലത്തെ അമ്പിയാക്കളുടെ ശത്രുക്കൾ. അബൂജഹൽ ഉദാഹരണമാണ്, ഫറോവ വേറൊരു ഉദാഹരണമാണ്, കാറൂൻ മറ്റൊരു ഉദാഹരണമാണ്. സമ്പത്ത് കൊണ്ട് നരകം വാങ്ങാൻ ശ്രമിച്ച ആളാണ് ഇതേ ടീം. അതിൽ ഒന്നാം റാങ്ക് ഉണ്ടാവുക കാറൂനായിരിക്കും. സമയം കൊണ്ട് നരകം വാങ്ങാൻ ശ്രമിച്ചവരും ഉണ്ട്. ഇനി തിരിച്ചും ഉണ്ടാവും. സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങിയ മഹാന്മാരല്ലേ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആരോഗ്യം കൊണ്ട് സ്വർഗം വാങ്ങാൻ ശ്രമിച്ച മഹാന്മാരല്ലേ വജാദൂബി അംവാലിൻ വബാഉ നുഫൂസഹും, ബദരീങ്ങൾ, ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീൻ ഗസ്വതി. അപ്പം നമ്മുടെ കയ്യിൽ എന്താണ് അള്ളാഹു തന്ന അനുഗ്രഹം? ഒരു പക്ഷേ ടെക്നിക്കലി കഴിവുള്ള ഒരു ടെക്കിയായിരിക്കും. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്? അദ്കാറിൻ്റെ ആപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഡെയിലി ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ബദരിയത്ത് എല്ലാനും തബാറക്ക സൂറത്ത് ഓതാനും ആ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ആ തലച്ചോറ് കൊണ്ട് ഈ ടെക്നിക്കൽ മികവുണ്ടാക്കി ആ മനുഷ്യന് കിട്ടുന്ന കൂലി എത്രയിരിക്കും? കണ്ടോ? ആലോചന കൊണ്ട് അവർ സ്വർഗം വാങ്ങാണ്. സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങുന്നവരില്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. എത്രയോ മുത്താലിമീങ്ങളുടെ തക്കാഫുൽ ഏറ്റെടുത്ത് എത്ര ഉള്ളത്. ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകളെ സ്വർഗം വാങ്ങാനുള്ള വഴിയായി കാണണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിഅമത്തിനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റുന്നത്.